മാതാവിലെ സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ടെസ്ന. ഞാൻ കുറവലങ്ങാട് നിന്ന് വരികയാണ്. ഞാൻ നേഴ്സിംഗ് ഇപ്പോൾ 4th ഇയറിലാണ് പഠിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ 30 ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ആഗ്രഹം നടക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ മാതാവിനോട് നേർച്ച നേർന്നായിരുന്നു. ഞാൻ പഠിക്കുന്നത് ഹൈദരാബാദിലാണ്. ഞാനാണെങ്കിൽ 2nd ഇയറിൽ എക്സാം എഴുതിയപ്പോൾ എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു. ഒരു വിഷയം മാത്രം എനിക്ക് കിട്ടിയില്ല. ഞാൻ രണ്ടാമത് എഴുതിയപ്പം 6 മാർക്കിന് ഞാൻ വീണ്ടും തോറ്റുപോയി. എൻ്റെ കൂടെ പുറകോട്ട് നിന്ന് എല്ലാവരും ജയിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ അധ്യാപകരൊക്കെ പറഞ്ഞു, ഇത്രയും പഠിച്ചിട്ട് നിനക്ക് കിട്ടിയില്ല, സാരയില്ലേ, ഇനി 2 ചാൻസ് കൂടെ ആകെ ഉള്ളൂ, എന്നാലേ തേർഡ് ഇയറിൽ എക്സാം എഴുതാം. പക്ഷേ 4th ഇയറിൽ എക്സാം എഴുതാൻ പറ്റിയില്ല. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച്. അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേച്ചി സൗമ്യ ചേച്ചി പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുകയും മാതാവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുകയും ചെയ്തത്. ചേച്ചി എന്നോട് പറഞ്ഞ്, ഇനി നീ മാതാവിനോട് പ്രാർത്ഥിക്ക്, നിൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കും, നിന്നെ ജയിപ്പിക്കുമെന്ന് ചേച്ചി പറഞ്ഞ്. ഞാൻ 2nd ഇയറിലെ എക്സാം എഴുതാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങി. പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാനാണ് നോക്കിയത്. കൃപാസനത്തിലെ പത്രത്തിൽ ഞാൻ എഴുതി വെച്ച്, എൻ്റെ മാതാവേ, എന്നെ ഇതുപോലെ സാക്ഷ്യം പറയാൻ എനിക്കും ഇതുപോലെ സാക്ഷ്യം പറയാൻ പറ്റണേന്ന് ഞാൻ കൃപാസനത്തിലെ പത്രത്തിൽ എഴുതി വെച്ച്. അങ്ങനെ പരീക്ഷ അടുക്കാറായപ്പോഴത്തേനും എൻ്റെ ചേട്ടായുടെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്, ചേച്ചി എനിക്ക് ഇവിടെ നിന്നാണെങ്കിൽ മാതാവിൻ്റെ ഒരു രൂപവും ഉപ്പും തേനും ഒരു കുഞ്ഞു കാശ് രൂപവും 2 തിരി അയച്ച് തന്ന്. പരീക്ഷ അടുക്കാറായി 5 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് പാഴ്സൽ അവിടെ എത്തിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി, ഇതുവരെ പാഴ്സൽ എത്തിയില്ല, ഇനി എന്നാ ചെയ്യും? ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, വരും, കുഴപ്പമില്ലടാ, അതവിടെ എത്തുമെന്ന് പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ഞാൻ അയച്ച പാഴ്സൽ അത് റിട്ടേൺ ആയിപ്പോയി, പാലാ വരെ ചെന്നപ്പോൾ അത് പൊട്ടിപ്പോയി, ഇനി അത് വരുമോ ഇല്ലെന്ന് അറിയത്തില്ല, ഞാൻ ഒന്നുകൂടെ അയക്കാമെന്ന് പറഞ്ഞു. ശനിയാഴ്ചയാണ് എനിക്ക് എക്സാം. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ചേച്ചി എന്നെ വിളിച്ചത്. ബുധനാഴ്ച ഉച്ചയായപ്പോൾ ചേച്ചി അവിടെ നിന്ന് എനിക്ക് പാഴ്സൽ അയച്ചു. എന്തായാലും 3 ദിവസം കഴിയാതെ സാധനം അവിടെ വരികയില്ല, എനിക്ക് കിട്ടിയല്ലെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ ഇനിയും ജയിക്കുകയില്ല, മാതാവ് എന്തോ ഒരു ഇതുപോലെ എനിക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ കൂടെ നിന്നവർ പറഞ്ഞെടി സാരയില്ല, നീ പേടിക്കണ്ട, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയായപ്പം എനിക്ക് ആ പാഴ്സൽ അവിടെ വന്നു. എനിക്കൊരു വലിയ അനുഗ്രഹമായിപ്പോയി. കാരണം 3 ദിവസം കഴിഞ്ഞിട്ടേ അതവിടെ വരുള്ളൂ. പക്ഷേ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് അയച്ചു, വ്യാഴാഴ്ചയായി, വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ എനിക്ക് പാഴ്സൽ അവിടെ എത്തി. ശനിയാഴ്ച ഞാൻ എക്സാമിന് പോകുന്നിടത്ത് തേനും കഴിച്ച് ഉപ്പ്, ഞങ്ങൾക്ക് അവിടെ നല്ല ചെക്കിംഗ് ആണ്, ഭയങ്കര ടഫായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഞാനാണെങ്കിൽ പേനയുടെ അടപ്പിൻ്റെ അകത്ത് ഉപ്പെടുത്ത് വെച്ച് മാതാവിന് പരീക്ഷ ഹാളിൽ കയറി ഞാൻ ഇരുന്ന ചുറ്റും ഞാൻ ഉപ്പ് വിതറി, എക്സാം എഴുതി. എന്തെങ്കിലും ഒരു സംശയമുള്ളപ്പോൾ ഞാൻ ചേച്ചി തന്ന കാശ് രൂപ ഞാൻ മാലയിൽ കോർത്തിട്ടുണ്ടായിരുന്നു. ആ കാശ് രൂപ ഞാൻ തൊട്ടാണ് ഞാൻ ഓരോ എക്സാമിനും ആൻസർ എഴുതിക്കൊണ്ടിരുന്നത്. എക്സാം എഴുതി റൂമിൽ വന്നു. ഞാൻ അമ്മേനെ വിളിച്ചു, ചേച്ചിനെയും വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പരീക്ഷ നന്നായിട്ട് എഴുതി, എനിക്കറിയത്തില്ല, ബാക്കി മാതാവിൻ്റെ കയ്യിലാന്ന്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ 3rd ഇയറിലെ എക്സാമാണ്. ഞാൻ അതുപോലെ പരീക്ഷയ്ക്ക് രാത്രി 4 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് വെളുപ്പിനെ വരെ ഇരുന്ന് പഠിക്കും. 3 മണിക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ചുറ്റും ഗ്രൗണ്ടിൽ കൂടെ ഞാൻ കരുണക്കൊന്ത ചൊല്ലി നടക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി എക്സാം എഴുതി. ഈ കഴിഞ്ഞ 16-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് 3rd ഇയറിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ ആ സൗമ്യ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് റിസൾട്ട് വന്നു, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. കാരണം ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടല്ല, കാരണം അതിൽ കൂടുതൽ പഠിച്ചിട്ട് 2nd ഇയറിൽ എനിക്ക് സപ്ലി കിട്ടി. അപ്പോൾ ചേച്ചി പറഞ്ഞ്, എടി ഇത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടില്ല, ഞാൻ നിൻ്റെ സപ്ലിക്ക് വേണ്ടിയാണ് മാതാവിനോട് പറഞ്ഞേക്കുന്നത്, നമ്മൾ അത് മാത്രമല്ലേ മാതാവിൻ്റെ കൈ കൊടുത്തിട്ടുള്ളൂ എന്ന് ചോദിച്ചു. നീ പേടിക്കണ്ട, ഇതും ഈ ആഴ്ച തന്നെ വരാൻ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം ഈ ഞായറാഴ്ച എനിക്ക് തിരിച്ചു പോകണം, സാക്ഷ്യം പറഞ്ഞിട്ട് പോകണം എന്നാണ് ഞാൻ മാതാവിനോട് നേർച്ച നേർന്നത്. അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ 2ാമത്തെ റിസൾട്ടും വന്നു. അതിനും ഞാൻ നന്നായിട്ട് പാസ്സായി. എനിക്കതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല. അതുപോലെ എൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് വീണ് എൻ്റെ കാലിലൊരു മുറിവുണ്ടായി. 2 ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴും അവർ പറഞ്ഞു എനിക്ക് ഷുഗർ ഹൈ ആണെന്ന് പറഞ്ഞു. ഇത്രയും ചെറുപ്പത്തിൽ ഷുഗർ പാരമ്പര്യമായിട്ട് വല്ല ഷുഗർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് കാലിലാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ, കാല് പഴുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
അപ്പം ഈ സൗമ്യ ചേച്ചിയുടെ അമ്മ എനിക്ക് കുറച്ച് ഉപ്പ് തന്ന് എൻ്റെ കാലിൽ ഉപ്പ് പുരട്ടി അന്ന് രാത്രി എനിക്ക് ചോർച്ചില്ലാതെ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. എൻ്റെ ആ കാലിൽ ഇപ്പോൾ ഒരു ചെറിയ പാടല്ലാതെ അതും പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അതുപോലെ മാതാവിൻ്റെ അനുഗ്രഹം വഴി എൻ്റെ ഫീസ് അടയ്ക്കുന്നതിൽ ലാസ്റ്റ് സമയമായി. ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാണ്ട് വന്നു. ഫീസ് അടയ്ക്കാൻ എല്ലാ പൈസയും ശരിയാക്കി വരുമ്പോഴത്തേനും ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അത് ഫീസ് അടയ്ക്കാതായി. അവസാനം എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ച് വലിയൊരു തുക തന്ന് ആ സമയത്ത് എനിക്ക് ആ എക്സാം ഫീസ് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റി. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്നിലുണ്ടായി. പ്രാർത്ഥന എനിക്ക് കൃപാസനത്തിലെ ലിങ്കുകളും സാക്ഷ്യങ്ങളും ഒക്കെ ആദ്യം വരുമ്പോൾ ഞാൻ ആദ്യം തുറന്നു പോലും നോക്കില്ലായിരുന്നു. പിന്നെ മാതാവുമായിട്ട് ഒത്തിരി അടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാനും ഇവിടുത്തെ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങൾ കൂടാനും എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ കൃപാസനത്തിലെ പത്രം ഞാൻ എല്ലാവരിലും എത്തിക്കാൻ നോക്കുന്നു. എനിക്ക് കിട്ടിയ പത്രമല്ല ഞാൻ കുറേ പേർക്ക് വിതരണം ചെയ്തു. അതുപോലെ എൻ്റെ കൂട്ടത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒത്തിരി ബൈബിള് വായിക്കും. എനിക്ക് പറ്റുന്ന ദിവസം എല്ലാം ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്.